യുവതീ പ്രവേശനം സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ ശബരിമല വരുമാനത്തിൽ വൻ ഇടിവ്. നട തുറന്ന ഒരു മാസത്തെ നടവരവിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ 51 കോടി രൂപയുടെ കുറവ്. നടവരവ് കുറയുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ എന്നിവയെ ബാധിക്കുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണിക്ക വരുമാനത്തിൽ വൻ ഇടിവ് സംഭവിച്ചിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധികളിൽ ആശങ്കയോടെ നോക്കിക്കാണുന്നതിനിടയിൽ വൻ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഭക്തരെ അകറ്റി നിർത്തിയെങ്കിലും ശബരിമല നടവരവിൽ റെക്കോർഡ് വരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെയാണ് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് നട തുറന്ന് ഒരു മാസത്തെ നടവരവിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ 51 കോടി രൂപയുടെ കുറവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവരം പറഞ്ഞത്. കാണിക്ക വരുമാനം കുറഞ്ഞതിന് പുറമെ അപ്പം, അരവണ വിൽപ്പന കുറഞ്ഞതും വരുമാനത്തെ ബാധിക്കുന്നുണ്ട്. മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും വരുമാനത്തിൽ ക്രമാതീതമായ കുറവുണ്ടായി. തീർത്ഥാടകരുടെ എണ്ണത്തിൽ ക്രമേണ വർധനവ് വന്നിട്ടുണ്ട്. ക്രമേണ വരുമാനത്തിലും വർധനവ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഇതേ കാലയളവിൽ 123 കോടി 93 ലക്ഷത്തി 65,560 രൂപയായിരുന്നു ശബരിമലയിലെ വരുമാനം. ഇത്തവണ 72 കോടി 2 ലക്ഷത്തി 75,744 രൂപയാണ്. 51 കോടി 90 ലക്ഷത്തി 89,816 രൂപയുടെ കുറവുണ്ടായി. ശബരിമലയിൽ സർക്കാർ ചെയ്തതെല്ലാം ശരിയാണ്. എന്നാൽ നിരീക്ഷകരെ നിയോഗിച്ച ഹൈക്കോടതിയുടെ നിലപാടിൽ യോജിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ബോർഡ് ചർച്ച ചെയ്തിട്ടില്ലെന്നായിരുന്നു പ്രതികരണം. അരവണ മോശമാണെന്നും പഴകിയതാണെന്നും വയനാട്ടിൽ നിന്നുള്ള 3 പേർ പരാതി നൽകിയിരുന്നു. ഇത് വാർത്തയായി. ഇതിന് പിന്നിലുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ശബരിമല ക്ഷേത്ര വരുമാനം സർക്കാർ ഖജനാവിലേക്ക് പോകുന്നില്ല. നിലവിൽ 233 കോടി 39 ലക്ഷത്തി 19,504 രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ട്. ജീവനക്കാരുടെ പെൻഷന് വേണ്ടി 970 കോടിയുടെ സ്ഥിര നിക്ഷേപമുണ്ട്. ബാക്കി തുക നിയമാനുസൃതം ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ശബരിമലയ്ക്കെതിരെ ദുഷ്പ്രചരണം നടത്തുകയാണ്. ഈ വർഷം 268 കോടി രൂപ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ നൽകി. അതേസമയം ശബരിമലയിലെ നടവരവ് കുറഞ്ഞത് സർക്കാരിനെ ബാധിക്കില്ലെന്നും ബാധിക്കുന്നത് ദേവസ്വം ബോർഡിനെ ആയിരിക്കുമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് പിന്നാലെ ദേവസ്വം ബോർഡിനെ കൈവിടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ശബരിമല വരുമാനത്തിൽ വൻ ഇടിവുണ്ടായ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സംസ്ഥാന ബജറ്റിൽ പ്രത്യേക സഹായമുണ്ടാകും. മണ്ഡലകാലത്തെ ആദ്യ 30 ദിവസം ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിൽ 51 കോടി രൂപയുടെ കുറവാണുണ്ടായത്. നടവരവ് കുറയുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ എന്നിവയെ ബാധിക്കുമെന്നും മന്ത്രി കടകംപള്ളി വ്യക്തമാക്കിയിരുന്നു. യുവതീ പ്രവേശം സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ ശബരിമലയിലെ നടവരവ് കുറഞ്ഞത് വലിയ ചർച്ചയായി. വരുമാനക്കുറവിന്റെ കാരണത്തെ ചൊല്ലി സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ വലിയ വാക്പോരും തുടരുകയാണ്. നിരോധനാജ്ഞയും പോലീസ് നിയന്ത്രണങ്ങളുമാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോഴാണ് സർക്കാർ ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ ഒരുങ്ങുന്നത്. മണ്ഡലകാലം കഴിഞ്ഞ് വരുമാനത്തിലുണ്ടാകുന്ന കുറവ് വിലയിരുത്തിയ ശേഷമാകും ഏതെല്ലാം മേഖലയിൽ സർക്കാർ സഹായം തേടണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുക. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന ബജറ്റിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി പ്രത്യേക തുക വകയിരുത്താൻ സർക്കാർ ഒരുങ്ങുന്നത്. എന്നാൽ ശബരിമല പ്രശ്നം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് നേരത്തെ പറഞ്ഞിരുന്നു. സംഘർഷാവസ്ഥ സാമൂഹിക അന്തരീക്ഷത്തെ മാത്രമല്ല സാമ്പത്തിക സുരക്ഷിതത്വത്തെയും തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 500 കോടി രൂപയോളം ധനസഹായം നൽകുന്നുണ്ട്. സന്ദർശകരുടെ കുറവ് ക്ഷേത്ര വരുമാനം കുറയ്ക്കും. അത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. സന്ദർശകർ കുറയുമ്പോൾ സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും സമരം ചെയ്യുന്നവർ ഇക്കാര്യങ്ങൾ ഓർമ്മിക്കണമെന്നും വിവേകപൂർവ്വം പെരുമാറണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.